പാർട്ടിയുടെ അവസാന വാക്ക് താനാണെന്നുള്ളൊരു ചിന്തയായിരുന്നു പിണറായി വിജയന്. പാർട്ടി തന്നെ ഇപ്പോൾ അത് തിരുത്തി കൊടുത്തിരിക്കുകയാണ്. വിഷയം ഇതായിരുന്നു, ശ്രീമതി ടീച്ചറിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്നുള്ള പിണറായി വിജയന്റെ ആക്രോശം, അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം. അതിനെ ഇപ്പോൾ പാർട്ടി തന്നെ തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരുത്തിയെന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞുകൂടാ. ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബി പറഞ്ഞിരിക്കുന്നത് ശ്രീമതി ടീച്ചർ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഞാനും ഉള്ളപ്പോൾ പങ്കെടുത്തിട്ടുള്ളതാണ്, പങ്കെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കേരളത്തിലുള്ളപ്പോൾ അതാണ് ഊന്നൽ. കേരളത്തിലുള്ളപ്പോൾ പങ്കെടുക്കാം. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് എന്താ? നിങ്ങളിവിടെ വന്ന് ഈ സംഘടനാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് അവിടെയാണ് ദേശീയ തലത്തിൽ ഡൽഹിയിലാണ് പ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലോട്ട് നിങ്ങൾ കടക്കേണ്ടതില്ല, കടക്കുപുറത്ത് കേരളത്തിന് പുറത്ത് എന്നുള്ളതാണ് പിണറായി പറഞ്ഞത്. അപ്പോൾ രണ്ടും യോജിച്ചു പോകുന്നുണ്ട്. ബേബി പറഞ്ഞെന്താ? കേരളത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇനി മൂന്നാമതൊരു വോയിസ് വന്നിട്ടുണ്ട് ഇതിൽ, എം.വി. ഗോവിന്ദൻ്റെ. അദ്ദേഹം പറയുന്നത് ഇത് രണ്ടുമല്ല, ഇത് സംഘടനാപരമായ തീരുമാനം. സംഘടനയുടെ തലപ്പത്താരാ? കേരളത്തിലെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആരാ? എം.വി. ഗോവിന്ദൻ തന്നെ. പക്ഷെ പറഞ്ഞതാരാ? ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ. ഇനി പാർട്ടിയെ ഗവൺമെൻറ് ഭരിക്കുകയാണോ, പാർട്ടി ഇനി ഗവൺമെൻറ്റിനെ ഭരിക്കുകയാണോ? ആകെപ്പാടെ കൺഫ്യൂഷനാണ് കേട്ടോ. ഈ 4ാം വാർഷികം ആഘോഷിക്കും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി പാർട്ടിയെ ഇങ്ങനെയേ അല്ല, പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും നയിക്കേണ്ടത് CPM നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതായിരുന്നു കീഴ്വഴക്കം. EMSൻ്റെ നേതൃത്വത്തിൽ വന്ന ആദ്യ ബാലറ്റിലൂടെ ലോകത്താദ്യമായിട്ട് ജയിച്ചു വന്ന മന്ത്രിസഭയെ നയിച്ചിരുന്നത് സഖാവ് M.N. ഗോവിന്ദൻ നായരാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതാണ് മുഖ്യമന്ത്രിക്ക് മീതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായിട്ടും സംഘടനാപരമായിട്ടും മുതിർന്നതും മുഖ്യമായിട്ടുള്ള പോസ്റ്റ്. ഇവിടെ കയറി പിന്നെ മുഖ്യമന്ത്രി സംഘടനാപരമായ അഭിപ്രായം പറഞ്ഞത് എന്തിനാണ്? അദ്ദേഹത്തിന് ആ ചുമതല ആര് കൊടുത്തു? ഓക്കെ, ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് പറയാം. പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഏറ്റവും ഒന്നാമനായിട്ടുള്ള എം.എ. ബേബി പറഞ്ഞിരിക്കുന്നത് അതിന് ഘടകവിരുദ്ധമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിനെ അദ്ദേഹം എൻഡോഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറയുന്നത് സംഘടിതമായൊരു പാർട്ടിയല്ല, വിഘടിതമായ ഒരു പാർട്ടിയാണെന്നാണ്. പലപ്പോഴും എം.എ. ബേബി ഉൾപ്പെടെയുള്ളവരുടെ ക്ഷമ നശിച്ചു എന്നുള്ളതിൻ്റെ ഒരു അവസാന കാര്യമായിരിക്കും ഇത്. കാരണം നമുക്കറിയാം, AKG സെൻ്റർ, പുതിയ AKG ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എം.എ. ബേബിയൊക്കെ 3ാം നിരയിലായിപ്പോയി, എം.വി. ഗോവിന്ദൻ സൈഡിലുമാക്കി പിണറായി വിജയൻ കട്ട് ചെയ്തതും. അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളിലെല്ലാം പിണറായി വിജയൻ്റെ പടങ്ങളായിരുന്നു നിറഞ്ഞിരുന്നത്. EK നായനാറിൻ്റെയോ അല്ലെങ്കിൽ AKGയുടെയോ തന്നെ പടങ്ങളൊന്നും ആ ഫ്ലെക്സ് ബോർഡുകളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ സഖാക്കളുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത് ഒരു പക്ഷേ പിണറായിയുടെ ഏകാധിപത്യത്തിൻ്റെ ക്ഷമ, അതായത് മറ്റുള്ളവരുടെ ക്ഷമ അതിര് കടന്നു, അല്ലെ അവരുടെ ക്ഷമ നശിച്ചു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ എം.എ. ബേബി തുറന്നടിച്ചു പറഞ്ഞത്? തീർച്ചയായിട്ടും എം.എ. ബേബി എനിക്ക് തോന്നുന്നത് സംഘടനാ തലത്തിൽ അത്ര സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനമൊന്നും കാഴ്ചവെച്ച പാരമ്പര്യമൊന്നുമില്ല. ഓഫ് കോഴ്സ് ഈ കമ്മ്യൂണിസ്റ്റ് SF എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വളർന്നു വന്ന ഒരു ഓർഗനൈസറാണ് അദ്ദേഹം. പക്ഷേ ഈ സംഘടിപ്പിച്ച് ഒരു വിഖ്യാതി അല്ലെങ്കിൽ ഒരു പ്രഖ്യാതനായിട്ടുള്ള നേതാവായിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി നാട്യം, ധാരാളം നാട്യമേ ഉള്ളത്. പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം പ്രായോഗികമായിട്ടുള്ള അറിവ് വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണമാണ് കാശ്മീരിലെ പഹൽഗാമിലെ ഈ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? കാശ്മീരിലെ ജനങ്ങൾക്ക് 370-ാം വകുപ്പ് എടുത്തു കടന്നപ്പോഴുണ്ടായിട്ടുള്ള അവരുടെ ഒരു പ്രതിഷേധമാണ് ഇതിലൂടെ പ്രകടിപ്പിച്ചതെന്ന്. നമ്മൾ എന്നിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു? കാശ്മീരിലെ പർദ്ദയിട്ട സ്ത്രീകൾ ഉൾപ്പെടെ, അവർ പുറത്തെങ്ങും ഇറങ്ങാത്തവരാണ്, വീടിനുള്ളിൽ അടച്ചുകൂടി കഴിയുന്ന അവർ പോലും മതനിബന്ധനകൾ വകവയ്ക്കാതെ കണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ക്രൂര കൊലപാതകത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. എന്ത് മുദ്രാവാക്യം വിളിച്ചത്? പാകിസ്ഥാൻ മൂർദാബാദ്, നരേന്ദ്രമോദി മൂർദാബാദ്, 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരിക എന്നല്ല പറഞ്ഞത്. അവരത് മറന്നേ കഴിഞ്ഞിരിക്കുന്നു. ഒമർ അബ്ദുള്ള പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതി സവിസ്തരമായിട്ട് പഠിച്ച്
ചർച്ച ചെയ്ത് തീരുമാനങ്ങളിൽ എത്തേണ്ട ഒരാളായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ വിലയിരുത്തുന്നത്. EMS അങ്ങനെ ആ കസേരയിരിക്കുന്ന ആളാണ്. സീതാറാം യെച്ചൂരി അങ്ങനെയായിരുന്നു. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രകാശ് കാരാട്ടും ആ കസേരയിലിരുന്ന ആളാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു തറ ലെവൽ അഭിപ്രായമാണ് അതിൻ്റെ വിഷമവും ആ പ്രശ്നവും ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് കലീമ ചൊല്ലാൻ അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു വേർതിരിവുണ്ടാക്കി ഇന്ത്യയിൽ ഒരു വർഗീയ ലഹള സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാന് അനുകൂലമായിട്ട് ചൈന നിൽക്കുമ്പോൾ അവിടെയും ഒരു പോസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചൈന സന്ദർശിച്ച MA ബേബിയുടെ പോസ്റ്റ്, ഒരു സൗഹൃദ സംഭാഷണവുമായി ബന്ധപ്പെട്ട MA ബേബിയുടെ പോസ്റ്റ് ഇപ്പോൾ പബ്ലിക് ആയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ചൈനയ്ക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് വിരോധമായി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കും, പാകിസ്ഥാൻ എന്ത് പിന്തുണയും നൽകുമെന്നുള്ള തരത്തിലാണ് ചൈന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ MA ബേബിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലേ? ചൈന പണ്ടും എടുക്കാറുള്ള നിലപാടാണ്. വാസ്തവത്തിൽ ചൈന ഒരുപാട് മാറി. പറഞ്ഞിരിക്കുന്നത് എന്താ? ചൈന പറഞ്ഞിരിക്കുന്നത് ഈ 370 വകുപ്പിനെ കുറിച്ച് അവർ മിണ്ടിയിട്ടേ ഇല്ല. MA ബേബി പോലല്ല ചൈന മാറിയിരിക്കുന്നു. 370 വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താ ഇവിടെ ഒരു വലിയ ദുരന്തം നടന്നിരിക്കുന്നു. ആ ദുരന്തത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ തയ്യാറാണ്, അതിനെ അനുകൂലിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിഷ്പക്ഷമായ അന്വേഷണം. പക്ഷേ ചോദ്യം വരുന്നുണ്ട്, ടിയാനമെൻ സ്ക്വയറിൽ ആക്രമണം നടന്നപ്പോൾ അതിനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് എല്ലാ രാജ്യങ്ങളും ചേർന്ന് അന്വേഷണം നടത്തി. പോട്ടെ, ഈവൻ കോവിഡ് കാലത്ത് പോലും വുഹാൻ ലാബിൽ നിന്നാണ് അത് വന്നതെന്നുള്ള ആരോപണങ്ങളെ തുടർന്ന് നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം ആ ലാബിനുള്ളിൽ നടത്താൻ ചൈന സമ്മതിച്ചു? ഇല്ല. അതിൻ്റെ പടിക്ക് പുറത്ത് നിർത്തി ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ. അതാണ് ചൈന. ഒരു രാഷ്ട്രത്തിനും അതിൻ്റെ അന്തസ്സ് പുലർത്തിക്കൊണ്ട് മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ചേർന്ന് അന്വേഷണം നടത്തുന്നതിനെ അനുകൂലിക്കാൻ സാധ്യമല്ല. അത് ചൈനയ്ക്ക് തന്നെ അറിയാം, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ പാകിസ്ഥാൻ ഒരു മോറൽ സപ്പോർട്ട് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ കാശ്മീർ പ്രശ്നമോ 370 വകുപ്പോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചൈന പിന്നീട് ഉന്നയിച്ചിട്ടില്ല. കാരണം റഷ്യയുടെ സ്വാധീന വലയത്തിലായ ചൈന പോലും മാറിയിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ലേ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായി നടന്ന ചർച്ചകളും അവിടെ ഒരു ആയുധ ഉപയോഗിച്ചുള്ള യാതൊരു ആക്രമണങ്ങളും യുദ്ധവും അവിടെ നടന്നിട്ടില്ല. ഇത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് അരുണാചൽ പ്രദേശിൻ്റെ പേരിൽ അവരിതുപോലെ ഭീകരാക്രമണം നടത്തുന്നുണ്ടോ? അവകാശപ്പെടുന്നുണ്ട്. ഭീകരാക്രമണം നടത്തുന്നുണ്ടോ? ഒന്നും ഉണ്ടാവുന്നില്ല. ചൈന ഒരു ചതിയൻ രാഷ്ട്രമല്ല. പക്ഷേ CPMക്കാർ ചതിയന്മാരാണ്. ഇന്ത്യ ഇത്തരം വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ദുരന്തത്തിന് ഇരയായിരിക്കുമ്പോൾ അവർ പറയുന്നത് 370 വകുപ്പ് വീണ്ടും കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അത് ഇതുമായി യാഥാർത്ഥ്യം ഗ്രൗണ്ട് റിയാലിറ്റീസുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധവുമില്ലാത്ത ഒരു ആഗ്രഹവും അതുപോലെ തന്നെ ആവശ്യവുമാണ് അവർ ഉയർത്തിയത്. ഒരിക്കലും നടക്കാൻ പോകുന്നുമില്ല. അതല്ല സന്ദർഭത്തിന് യോജിച്ച നടപടി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം MA ബേബിയെ പോലുള്ള ആളുകൾക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട്, അതായത് ജനമനസ്സുമായിട്ടുള്ള ആ ബന്ധം അത് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീമതി ടീച്ചറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേന് ഇപ്പം നിലപാടുകൾ CPMന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AKG സെന്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു നിയന്ത്രണം പിണറായി വിജയന്റെ കയ്യിലാണ് പാർട്ടി എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് സഖാക്കളെല്ലാം പുറകെ നിൽക്കുന്നത്. നേതാക്കളെല്ലാം പിണറായിയുടെ പിറകെയാണ് നിൽക്കുന്നത്. പക്ഷേ പ്രസ്ഥാനം അല്ലെ പാർട്ടിക്ക് ഇന്ന വിഭാഗമുണ്ട്. നമ്മൾ ആ ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിലാണെങ്കിലും ഇപ്പം മാസപ്പടി വിവാദ കേസിൽ മകളുടെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ചർച്ച വന്നപ്പോഴും പക്ഷേ CPI ഇതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. CPI പറഞ്ഞ് ഞങ്ങൾക്ക് LDF സർക്കാരിനെ പിന്തുണച്ചാൽ മതി, പിണറായി വിജയനെ പിന്തുണച്ചാൽ മതി, പക്ഷേ പിണറായിയുടെ മകളുടെ കാര്യം ഞങ്ങൾക്ക് അറിയേണ്ട എന്നുള്ളൊരു വിമർശനം അന്നും ഉയർന്നിരുന്നു. അപ്പോൾ ഇതിനിടെ പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള വിഭിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അത് ഈ പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യത്തിന്റെ അതിര് കടക്കൽ തന്നെയല്ലേ? അതല്ല, ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന് മാത്രം ഒതുങ്ങുന്നില്ല. ആഗോള കമ്മ്യൂണിസം നേരിടുന്ന ഒരുതരം ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രതിഫലനമാണതെന്ന് ഞാൻ പറയും. ചൈന തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, മുതലാളിത്ത രാജ്യമാണ്. ലോകത്തിലിപ്പോൾ അവശേഷിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ലാവോസ്, നോർത്ത് കൊറിയ, പിന്നെ ക്യൂബ. ഇത്രയേ ഉള്ളൂ. അതെല്ലാം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമാണ്. നോർത്ത് കൊറിയ അതിൻ്റെ ആണവ ബോംബ് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാനെ പോലെ ശ്രദ്ധേയമായിരിക്കുന്നത്. അപ്പോൾ പരാജയപ്പെട്ട ഈ രാഷ്ട്രങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാവി
ഈ കമ്മ്യൂണിസം അതുപോലെ തന്നെ തുടച്ചു നീക്കപ്പെടുന്നു യൂറോപ്പിൽ നിന്ന്. വലതുപക്ഷം മുന്നോട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ലറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും കമ്മ്യൂണിസത്തിന് ഇപ്പോൾ പഴയ നിലപാട് തറ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ഈ ഒരു വസ്തുതകൾ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിടിച്ചു നിൽക്കുന്നത്. അത് തന്നെ പിടിച്ചു നിൽക്കുന്നത് വർഗീയ സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ട് ആണെന്നുള്ളതും വളരെ വർഗീയ പ്രീണനം കൊണ്ടുമാണെന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തവുമാണ്. അത് കൂടുതൽ പ്രീണനങ്ങൾ സമുദായങ്ങൾക്ക് നേരെയും മതങ്ങൾക്ക് നേരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുതരം ആശയക്കുഴപ്പവും കൂടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ഈ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രതിഫലനം പാർട്ടിക്കുള്ളിലും പ്രതിഫലിക്കുന്നു. അതിൻ്റെ സംഘടനാബോധവും അതിൻ്റെ അച്ചടക്കവും ചിട്ടയും. ശ്രീമതി ടീച്ചറിനോട് പിണറായിക്ക് എന്താണ് ഇത്ര ഒരു ദേഷ്യം? മിക്കവാറും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ വ്യക്തി കേന്ദ്രീതമായിട്ടാണ് പ്രതികരിക്കുന്നത്. വീണ വിജയനെ പിന്തുണച്ചില്ല എന്നുള്ളതായിരിക്കാം അവരുടെ പേരിലുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പോൾ KM എബ്രഹാമിനെതിരെ CBI ഇന്നലെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. ആ കാര്യത്തിലൊന്നും ഈ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് അവർക്ക് പ്രസ്താവനകൾ ഇറക്കാമല്ലോ. അങ്ങനെയുള്ള ശ്രീമതി ടീച്ചറിൽ നിന്ന് വലിയ പിന്തുണയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം. അത് ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് തന്നെ അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അതെ അവർക്ക് അറിയാം, എല്ലാ പാർട്ടിക്കാർക്കും ബോധ്യമുണ്ട്. പക്ഷേ അന്ധമായിട്ട് KK രാഗേഷിനെ പോലെ വിവരമുള്ള പാർട്ടിക്കാർ പോലും അന്ധമായിട്ടുള്ള പിണറായി സ്തുതികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതുമായ കാര്യമാണ്. ഒരു കോൺഗ്രസ് സംസ്കാരം പതുക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വാധീനിച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.